ലോകം. അപ്പോൾ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ യൂട്യൂബ് വേണ്ട, അങ്ങനെ യൂട്യൂബൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എവിടെയോ എന്തോ ഒരു സംഭവം കാണുമെന്ന്. ഞാൻ പറഞ്ഞാൽ ശരി വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അച്ചാച്ചി വിളിച്ചു. അപ്പോൾ അച്ചാച്ചി വിളിച്ചപ്പോൾ അച്ചാച്ചിയാണ് പറയുന്നത്, പിന്നെ എന്തോ നെഗറ്റീവ് കമൻറ്റ് റാണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തും വന്നു. അപ്പം ഞാനത് തമാശയ്ക്ക്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഒരു സ്ത്രീ നിരന്തരമായിട്ട് ദീപ്തി ടീച്ചറെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ സ്ത്രീയുടെ പ്രശ്നം എന്താണ് എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ എല്ലാ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് വളരെ മോശമായ തരത്തിൽ പ്രാഗിക്കൊണ്ടുള്ള കമൻറ്റ് എന്നൊക്കെ പറയില്ലേ. അതായത് ദീപ്തി ടീച്ചർക്ക് ചിലപ്പോഴും അത് പ്രശ്നമല്ല, പക്ഷേ അവരുടെ അച്ഛനും അമ്മക്കും അത് പ്രശ്നം തന്നെയാണ്. തൻ്റെ മകളെ നിരന്തരമായിട്ട് ഇതുപോലെ വളരെ മോശമായ രീതിയിൽ പറയുന്നു. പിന്നെ കുടുംബങ്ങളെ മൊത്തം പറയുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് തെന്നി വീണപ്പോഴേ അതെൻ്റെ പ്രാക്ക് കൊണ്ടാണ്, അത് ഇന്ന് അമ്പലത്തിൽ ഞാൻ നേർച്ചയിട്ടത് കൊണ്ടാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ട് ഭയപ്പെടുത്തിയിട്ട് അവരെ ഈ ചാനൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവരെ സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റില്ല, അവരുടെ വേറെ എന്തെങ്കിലും ഭാഷ ഇട്ട് വിളിക്കേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നത്. അതുപോലെ വൃത്തികെട്ട ഒരു സ്ത്രീ തന്നെയാണ്. എന്തിനാണ് ഇവരെ നിരന്തരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരാണെങ്കിലെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല, ഒരു ശത്രുതയുമില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും പോകാത്ത ഒരു സ്ത്രീയാണ് ഈ ദീപ്തി ടീച്ചറെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ടും ഇവരെ പുറകെ നടന്ന് ഇവരെ ശല്യപ്പെടുത്തണമെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ ജീവൻ വെച്ചിട്ടാണ് ഇവർ ഈ സ്ത്രീ കമൻ്റ് ഇടുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവരുടെ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രയാസമുണ്ട് എന്നാണ് ഇവർ ഇതിലൂടെ പറയുന്നത്. അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചാനൽ നിർത്തിപ്പോകാനാണ് പറയുന്നത്. ചാനൽ നിർത്തിക്കോ, ഇനി ചാനൽ വേണ്ട, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ ഇതുപോലെ വന്നിട്ട് വൃത്തികെട്ട കമൻറ്റുകൾ എഴുതുന്നു എന്നാണ് ടീച്ചർ പറയുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ ഉണ്ടല്ലോ, അവിടെ കിടന്ന് പറയട്ടെ, പറഞ്ഞ് അതിന് എന്തെങ്കിലും ആയിട്ട് അതങ്ങ് പോയിക്കോട്ടെ. നിങ്ങൾ അതിന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ചെയ്തിരുന്നു, അതിനൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഈ വഴിക്ക് കണ്ടിട്ടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവരുടെ കുറച്ച് വീഡിയോസ്, പിന്നെ ഇവരെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ദീപ്തി ടീച്ചർ ചെയ്തത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു തമാശ രൂപത്തിലായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ നല്ല പുളിച്ച തെറിയും കാര്യങ്ങളൊക്കെയാണ് വിളിച്ചതെങ്കിലും ഇവർ കൃത്യമായിട്ട് തമാശ രൂപത്തിലും കുറച്ച് എന്താണ് പറയേണ്ടത്, അവർ ഇതിലെങ്ങും നിർത്തി പോകട്ടെ എന്നുള്ള തരത്തിലായിരുന്നു ഇവർ പിന്നെ വീഡിയോ ചെയ്തത്. പക്ഷേ ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിരന്തരമായിട്ട് ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം വിഷമത്തോടു കൂടിയിട്ടാണ് ടീച്ചർ ഇപ്പോഴും ഈ കഥകളെല്ലാം പറയുന്നത്. അവരുടെ അച്ഛനും അമ്മയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അതായത് തൻ്റെ മകളെ പറ്റിയിട്ട് മറ്റൊരു സ്ത്രീ വന്ന് ഇങ്ങനെ പറയുമ്പോൾ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അതായത് ശാപം കിട്ടിയതാണ്, നിൻ്റെ ഭർത്താവ് വിട്ടേച്ചു പോയതാണ്, നീ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ആയത്, നീ കാമുകനുമായിട്ട് ചുറ്റിയടിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീ ഇങ്ങനെ എഴുതി വിടുന്നത്. ഏതൊരു ചാനലുണ്ട് എന്നാണ് പറയുന്നത്, അതിൻ്റെ അകത്ത് മര്യാദയ്ക്കൊരു വീഡിയോ ഇടാൻ ഈ സ്ത്രീയെ കൊണ്ട് കഴിയുന്നില്ല. എന്നിട്ടാണ് മറ്റുള്ളവരുടെ ചാനലിൽ പോയിട്ട് ഇതുപോലെയുള്ള കമൻറ്റുകൾ എഴുതുന്നത്. ഇത് ഈ ഒരു സ്ത്രീ മാത്രമല്ല, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വേറെയും കുറേ എണ്ണം ഉണ്ടാകാം. അതായത് ഇതുപോലെയുള്ള മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുള്ള കുറേ സ്ത്രീകളുണ്ടാകാം. സ്ത്രീകൾ മാത്രമല്ല, കുറേ പുരുഷന്മാരും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ടീച്ചർ ധൈര്യപൂർവ്വം പോയിട്ട് കേസ് കൊടുത്തിട്ട് അകത്തിടാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ കമൻറ്റ് കൊണ്ടുപോയാൽ മതി, അവർക്ക് കേസ് കൊടുക്കേണ്ട എല്ലാ ഇതും ഉണ്ട്. ഇത്രയും വളരെ മോശമായിട്ട് ഒരാളിങ്ങനെ നിരന്തരമായിട്ട് വന്ന് ആക്രമിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവരുടെയൊക്കെ വായി അടപ്പിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവരാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. തനിക്ക് വേണ്ടി എല്ലാം വേണം എന്നുള്ള ഒരു വിചാരമില്ലാത്തൊരു വ്ളോഗറാണ്. എല്ലാ കാര്യങ്ങളും തനിക്ക് വേണം, തൻ്റെ വീട്ടിലേക്ക് വേണം, തൻ്റെ കുടുംബക്കാരെ നന്നാകണം, അങ്ങനെയൊന്നും വിചാരമില്ലാത്ത ഒരു വ്ളോഗറാണ് ഈ ദീപ്തി ടീച്ചർ. വളരെ നല്ല മനുഷ്യസ്നേഹി തന്നെയാണ്. അവരിപ്പോഴും എന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഈ സ്ത്രീക്കുണ്ടാകുന്നത്. അതായത് ഈ കമൻ്റ് ഇടുന്ന സ്ത്രീക്ക് ചൊറിച്ചൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ വായി അടപ്പിക്കണം. അതായത് അവരിങ്ങനെ എന്താ പറയേണ്ടത്, ആ ഒരു ഇതുണ്ട്, ഒരു മാധ്യമം ഉണ്ടെന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്ന ഈ നാലാംകിട പരിപാടി ഉണ്ടല്ലോ, ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സങ്കടകരം തന്നെയാണ്. അതായത് ഇത്രയും നല്ല ചാനലിൽ വീഡിയോ ഇടാൻ കഴിയാതിരിക്കുക, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം വന്നിട്ട് ഇതുപോലെയുള്ള കമൻറ്റുകൾ എഴുതുക. എങ്ങനെ ഇടും വീഡിയോ? ഒരു സ്ത്രീയാണ് അവർ. അതുമാത്രവുമല്ല, ഇപ്പോൾ അവരുടെ കുടുംബക്കാർ മാത്രമല്ല ഇത് കാണുന്നത്, അവർ കല്യാണം കഴിക്കാൻ പോകുന്ന അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം
കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ദീപ്തി ടീച്ചറെ അറിയാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ കുടുംബം എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല. എന്നാലും ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാവില്ലേ, ഇതില്ലാത്തതാണോ എഴുതുന്നത് ഉള്ളതാണോ എഴുതുന്നത് എന്നൊന്നും ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. ചില ആൾക്കാർക്ക് ഇതൊന്നും ആലോചിക്കേണ്ട ബുദ്ധിയൊന്നുമില്ല. നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതുന്നത് കണ്ടല്ലോ എന്ന് മാത്രമേ ചില ആൾക്കാർ പറയുള്ളൂ. അല്ലാതെ എന്തിനാണ് എഴുതിയത്, എന്താണ് എഴുതിയത് എന്നൊന്നും പറയില്ല. അവർ വായിച്ചു നോക്കത്തുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴേ അച്ഛനും അമ്മക്കും ഉണ്ടാകുന്ന മനോവിഷമം ഭയങ്കരം തന്നെയാണ്. ഇപ്പോഴെന്താണ് പറയുന്നത് വെച്ചാൽ അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അമ്മ ഭയങ്കരമായിട്ട് ഡള്ളാണ്, അമ്മക്ക് സുഖമില്ലാത്തതാണ്. അപ്പോൾ ഇതിൽ ഈ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ മാത്രമായിരിക്കും ഉത്തരവാദി. കൊലക്കുറ്റത്തിന് തന്നെ ഈ സ്ത്രീക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ആ ശ്രമത്തിനെതിരെങ്കിലും കേസെടുക്കണം, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെയുള്ള ചില ടീമുകളെ കൊണ്ട് ജീവിക്കാൻ കഴിയാതായിരിക്കുകയാണ്. ഒരു സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ഇത്രയും നല്ല ഒരു വ്യക്തി, അതായത് വേറൊരു തരത്തിലുള്ള വീഡിയോ ഇടാറില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇടാറില്ല, ഒരു തരത്തിലുള്ള വീഡിയോയുമില്ല. അവരവരുടെ ആ നല്ല വീഡിയോസ് മാത്രമാണ് ഇടുന്നത്. എന്നിട്ടും അവരെ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ ഇവരുടെ ഉദ്ദേശം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ അതുപോലെ വീഡിയോ ഇടുന്ന ഒരുപാട് ചാനലുകളില്ലേ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കമൻ്റ് ഇട്ടൂടെ? എന്തിനാണ് ഈ ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഉപദ്രവം ചെയ്യാത്ത ഇവരെ എന്തിനാണ് നിങ്ങൾ ദ്രോഹിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സ്ത്രീയോട് പറയാനുള്ളത്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് അവർക്ക് ചെവികൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാവരും മറുപടി ഇട്ടിട്ട് വരെ അവർക്ക് യാതൊരു കൂസലുമില്ല. അവർക്ക് എന്തോ ഒരു ഇത് പിടിച്ചത്, ഒരു വെറുപ്പ് പിടിച്ചതുപോലെയാണ്. അതായത് ഈ ടീച്ചറുടെ വീഡിയോ അങ്ങ് കാണുമ്പോൾ കൈ വറച്ചിട്ട് അങ്ങ് കമൻറ്റ് എഴുതണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന പോലെയാണ്. വളരെ വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്വഭാവം തന്നെയാണ്. ഇതിനെയൊക്കെ പിടിച്ചിട്ട് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുറന്നു വിടാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനെയൊക്കെ തുറുങ്കിലടക്കണമായിരുന്നു. ഏതായാലും ടീച്ചർ പറയുന്ന ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക, അതുപോലെ കമൻറ്റുകളും ചെയ്യുക. ലോകം അപ്പോൾ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ യൂട്യൂബ് വേണ്ട, അങ്ങനെ യൂട്യൂബൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എവിടെയോ എന്തോ ഒരു സംഭവം കാണുമെന്ന്. ഞാൻ പറഞ്ഞാൽ ശരി വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അച്ചാച്ചി വിളിച്ചു. അപ്പോൾ അച്ചാച്ചി വിളിച്ചപ്പോൾ അച്ചാച്ചിയാണ് പറയുന്നത്, പിന്നെ എന്തോ നെഗറ്റീവ് കമൻറ്റ് റാണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തും വന്നു. അപ്പം ഞാനത് തമാശയ്ക്ക് വേണ്ട വിട്ടേരെന്ന് പറഞ്ഞ് കാര്യമാക്കാണ്ട് വിട്ടു എന്നെല്ലാം പറഞ്ഞു. ഇതെന്താണെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു. പിന്നെയും ഞാനൊരു 10-15 മിനിറ്റോടെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അമ്മ പറയുന്നത് എവിടെയൊക്കെയോ ഇവർ പോയി കമൻ്റ് ഇട്ടു, അവർ ചെങ്ങന്നൂരമ്മയ്ക്ക് നേർച്ച കൊടുത്തത് കൊണ്ടാണ് ഞാൻ മുഖമടിച്ച് വീണത്, നാക്ക് കടിച്ചത്, അങ്ങനെയാണ് അവളുടെ നാക്ക് പുഴുത്തത്, ഇനി അവളുടെ കല്യാണമല്ലേ അതും നടക്കാൻ പോകുന്നില്ല, കാരണം ദൈവം എൻ്റെ കൂടെയാണ്, ഞാൻ നേർന്ന എൻ്റെ ചെങ്ങന്നൂരമ്മയോ അങ്ങനെ ചെങ്ങന്നൂരമ്മയ്ക്ക്, അതായത് ദൈവത്തിന് പുള്ളിക്കാരി കൊട്ടേഷൻ കൊടുത്ത് വീഴ്ചതാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപസ്മാരം എൻ്റെ പാരമ്പര്യമായിട്ടുള്ളതും എനിക്ക് നാളുകൾക്ക് മുന്നേ ഇവരെ പറ്റി ഞാൻ അറിയുന്നതിന് മുന്നേ ഉള്ളതാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴാറുള്ളതുമാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ പെറ്റതള്ളയല്ലേ, എത്ര നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് മൈൻഡ് ചെയ്യേണ്ട സുലുവമ്മയെന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമല്ലല്ലോ, പോസിറ്റീവ് ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കെപ്പോഴും നമ്മളെപ്പറ്റി നല്ലതൊരാൾ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാട്ടി ഇരട്ടി വിഷമമായിരിക്കും നമ്മളെപ്പറ്റി ഒരാൾ മോശം പറയുമ്പോൾ. അപ്പം എനിക്ക് ഇത് കേട്ടപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം, ഒരാളുടെ ബാഹ്യമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു അസുഖത്തിലോ രൂപത്തിലോ ഉള്ള അല്ലെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകളുള്ളതിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ളൊരു കാര്യമല്ല. ഒരാളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, സ്കിൻ എന്താ ഇങ്ങനെ, അല്ലെ മുടി എന്താ ഇങ്ങനെ, അതെന്താ ഈ അസുഖം, ഇതെന്താ വണ്ണം, ഇങ്ങനെയൊന്നും ചോദിക്കുന്നതും കാര്യമൊന്നും പൊതുവേ ഞങ്ങളാരും ചെയ്യാറുമില്ല, ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യാറുമില്ല. കമൻറ്റ് സെക്ഷനല്ലേ എന്നും പറഞ്ഞ് എന്ത് തോന്നിവാസവും പഴയ പോലെ പറ്റില്ല. കാരണം കാശിനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ കണ്ടു കാണുമല്ലോ, കഴിഞ്ഞ ദിവസം ചില ദ്വയാർത്ഥം, അതായത് ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തതും അറസ്റ്റിലായതും ഒക്കെ കാണുന്നുണ്ടല്ലോ. അതെ, ഇത് തന്നെയാണ് എനിക്ക് ആ സ്ത്രീയോടും പറയാനുള്ളത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കാശുണ്ട് എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ രക്ഷിക്കാൻ ഒരാൾ പോലും വരുന്നില്ല. ഇപ്പോൾ ബോച്ചയുടെ കാര്യം തന്നെ നമുക്കറിയാലോ, ഇതുപോലെ ദ്വയാർത്ഥം പറഞ്ഞത് തന്നെയാണ്. ഇനിയിപ്പോഴും സ്ത്രീയാണോ എന്നുള്ള ഇതൊന്നും വേണ്ട, ടീച്ചർ എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ സ്ത്രീയുടെ പേരിൽ കേസ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.